ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസന അൾത്താരയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ വലതുകരത്താൽ ഈശോ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം കർത്താവിന്റെ ചൈതന്യത്തിലെ നിറയട്ടെ. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, അച്ഛൻ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചു, നിങ്ങളെ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിന്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെയെല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെയും വേദസാക്ഷികളെയും വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിട പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി ഞങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ,
അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, പല്ലുവേദന ഉള്ളവര്, തൊണ്ട രോഗമുള്ളവര്, ശ്വാസകോശ രോഗികള്, പ്രഷർ കുറഞ്ഞവര്, പ്രഷർ കൂടിയവര്, ഷുഗർ രോഗികള്, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില്, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട്. അനുതാപത്തിൻ്റെ, നിശബ്ദതയുടെ, ബഹളമില്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമ്പോഴുള്ളൊരു ഹോംവർക്കാണ് ആ ടൈം. ദൈവമായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സേക്രഡ് സൈലൻസ് എന്ന് പറയണത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം, ദൈവമായിട്ട് നമ്മൾ ഗുരുതരമായ ഒരു ജീവിതമില്ല, പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത്. അപ്പം ആ ഒരു ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ ആത്മബന്ധത്തോടെ കാർലോ അക്യൂറ്റസിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ ധ്യാനത്തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പെരുവിരിപ്പുള്ള, ഇത്രയും സ്കൂളിലൊന്നും ഇരുത്താൻ കൊള്ളാത്ത ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഈ മകനെയും കൊണ്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പം മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കും. അപ്പോൾ ജെയ്മി പറയും, ഡോക്ടർ തന്ന മരുന്നൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണില്ല എന്ന് പറയും.
അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടർ എന്ന് പറയും. ആരാണ്? ഈശോനോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാക്ഷ്യത്തിലേക്ക് പോക്ക് കണ്ടില്ലേ? ഞാനൊരാളെ കണ്ടുമുട്ടിയെന്ന്. ആരെയാണ്? മാതാവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണ്. എന്നിട്ട് ജെയ്മി അതൊക്കെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ എനിക്ക് പുതിയ ആളല്ല, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് അമ്മേനെ അറിയാം. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് നമ്മൾക്ക് അമ്മേനെ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിലത്. അത് വേറെ ഒരു ലെവലാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് 2004 ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷ പറയണത്. അത് സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട്, അപ്പോൾ ദുരന്തം ഒരു വിഷയം, ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസനം. അതാണ് കൃപാസനം മാതാവ്. അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത്. പക്ഷെ നീ ഈ ജെയ്മിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതാണ് പറയണത്. ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് അവൻ വളർന്നു വരികയാണ്, അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ മിനിമമാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നാട്ടുകാർ അവനെ കൈവെക്കരുത്, അവന് ജീവിച്ചു പോകണം. മിനിമമാണ് ഞാൻ ചോദിച്ചത്. അമ്മ തന്നത് മാക്സിമം ആണെന്ന്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈ വ്യക്തിക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും. എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മളോട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കണത്? 2 കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകണത്. അതായത് ഒന്ന്, എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ വിഷയം അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം നടന്നല്ല എന്ന് വിചാരിക്കും. അതങ്ങനെയല്ല നടക്കണത്. അത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത്, ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവം എല്ലാം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് നല്ലതായിരിക്കത്ത വിധം സൃഷ്ടിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉടമ്പടി വെക്കുന്ന 6 കാര്യങ്ങളും 6 കാലമായിരിക്കും. 6 കാര്യത്ത് അതാതിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, യേശുവേ ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:34. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും ഓരോന്നും യഥാകാലം
നന്മയായി തെളിയും. ഉടമ്പടി നിയോഗങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു കാലമുണ്ട്, അതിൻ്റെ ഒരു കാലം, അത് നടക്കേണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് 3ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് അതാതിൻ്റെ കാലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവം ഈ വിഷയങ്ങൾ ഓരോ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് മാറ്റും. അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച പ്രവൃത്തിയിൽ പറയും, അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ. അതിൻ്റെ കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപയുടെ കൃപാസനത്തിന്റെ அதன்படி அடுத்ததாக என்னுடைய அப்பாவுக்கு ஹார்ட் பிளாக் வந்து அவங்களுக்கு பைபாஸ் சர்ஜரி எல்லாம் நடந்தது. அவங்க மெடிசின் எடுக்கலைன்னா அவருக்கு திரும்பவும் வலி வரும். ஆனால் அவர் உடம்படி எடுத்தாங்க. இங்கே வந்து உடம்படி எடுத்ததுக்கப்புறம் அவருக்கும் அந்த வேதனை இப்போ வரதில்லை. அவர் இப்போது நார்மல் ஹார்ட் பீட் அவங்க நம்ம செக் பண்ணதுக்கப்புறம் நார்மலாட்டு ஒரு ஆளுக்கு ஹார்ட் பீட் இப்போ இருக்கிறது. அப்புறம் ஏதாவது தொலைந்து போனேன். என்னுடைய மொபைல் ஃபோன் அதே மாதிரி காசு ரூபம் அதெல்லாம் எனக்கு தொலைந்து போச்சு, மிஸ் பண்ணிவிட்டேன். அந்த டைமில் நான் கேண்டில் ப்ரேயர் ரிக்வஸ்ட் நான் டைப் பண்ணி கேண்டில் ப்ரேயர் ரிக்வஸ்ட் போட்டு ப்ரேயர் பண்ணேன். அதே நாளில் எனக்கு கிடச்சிச்சு. அப்புறம் விசா ஸ்டாம்பிங்கில் வந்து எனக்கு என்னுடைய பேர் கரெக்டாக இருந்துச்சு. ஆனால் ஃபோட்டோ வேறொருடைய ஃபோட்டோ வச்சு ஸ்டாம்ப் பண்ணாங்க. அந்த ஸ்டாம்பிங்கில் அவங்க தப்பு பண்ணால எனக்கு ஒரே டென்ஷன் ஆகிடுச்சு. எங்கள் ஊருக்கு வர முடியாமல் இருந்தேன். அப்போது அது டிசம்பர் மாதம், கழிஞ்ச மாதம் டிசம்பர் மாதம் 6ஆம் தேதி நான் விசா ஸ்டாம்பிங் திருப்பி நான் கொடுத்துட்டேன். வித்தின் 3 டேஸில் எனக்கு கிடச்சி. நான் அது நொவேனா ப்ரேயர், இந்த டிசம்பர் மாதம் நொவேனா ப்ரேயர் லாஸ்ட் இயருக்குள்ள அந்த நொவேனா ப்ரேயர் நான் கண்டினியூஸாக பண்ணேன். 6 நாட்கள் பண்ணேன். அதுக்குள்ளாடி வந்துச்சு. அப்புறம் டெல்லியில் இருந்த டைமில் கோவிட் அங்கே ரொம்ப ஜாஸ்தியாச்சு. ஏப்ரல் மாதம் என்னுடைய மனசில் வந்து ஒரு டேட்டு போட்டு ப்ரேயர் பண்ண மாதா தோண்டினார். அதன்படியாக நான் ஏப்ரல் 15 சொல்லி நான் டேட்டு போட்டு ப்ரேயர் பண்ணேன். அதற்கு முன்னாடியாக 13ஆம் தேதி நான் வீட்டுக்கு வந்துட்டேன். என்னுடைய கூட இருந்தவங்களுக்கெல்லாம் கோவிட் வந்துச்சு. இயேசு செய்த எல்லா நன்மைகளுக்கும் நன்றி கூறுகின்றேன். ആവേ മരിയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടാനുകൂടി നന്ദി പറയുകയാണ് ഞങ്ങൾ. എൻ്റെ പേര് മെർലി. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അമരാവതി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ഇടവകയിൽ നിന്ന് വരികയാണ്. എൻ്റെ ഭർത്താവ് ബെൻസിഗർ, എൻ്റെ 3 മക്കൾ. ഞങ്ങൾക്കുണ്ടായ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് അമ്മയുടെ സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഹസ്ബൻഡിനെ ജോലി നഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദിവൽക്കരണമാണ്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് പുള്ളി ലീവിന് നാട്ടിൽ വന്നിരുന്ന് ആ സമയത്ത് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ടെർമിനേഷൻ ലെറ്ററാണ്. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് 10-30 ലക്ഷം രൂപ കടത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ആ ലെറ്റർ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു സമയമായിപ്പോയി. അത് എല്ലാവരും ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ
ഈ ഒരു അവസ്ഥയിൽ 1 വർഷത്തോളം ഞങ്ങൾ ജോലിയില്ലാതെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എല്ലാവരും പറയുന്ന ആ ഒരു വിഷമം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ അത് ബോധ്യമായി. അതോടൊപ്പം ജനുവരിയിലും ജോലി നഷ്ടപ്പെട്ട്, പക്ഷേ ഞങ്ങൾ മാർച്ചിൽ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്ത് ഞങ്ങൾ നിത്യവും എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിൽ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന ഞങ്ങൾ കേൾക്കും. നമുക്ക് ഏറ്റവും ഇത് തോന്നുന്നത്, നമ്മൾ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അന്നത്തെ വചനം അച്ഛൻ പറയുന്നത് അതിനെക്കുറിച്ചായിരിക്കും. എപ്പോഴും എനിക്കുള്ള ഒരു അനുഭവമാണ്. കൂടാതെ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കത്തുള്ള 5:30 പ്രതീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തിരിച്ച് ഞാൻ അടുക്കളയിൽ ചെന്ന് എൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ വചനം തന്നെ പിന്നെയും ഞാൻ കേൾക്കും. എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ അത്രയും വിഷമിച്ച് എന്ത് കാര്യമായിക്കോട്ടെ, എന്തിനെക്കുറിച്ചായിക്കോട്ടെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അന്നത്തെ സാക്ഷ്യം ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അന്ന് അച്ഛൻ പറയുന്ന വചനം അതിനെക്കുറിച്ചായിരിക്കും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ അങ്ങയുടെ സന്നിധാനത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ ബുധനാഴ്ചകളിൽ നൊയമ്പെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ 2ാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. പല സ്ഥലത്തും ഞങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇവിടെ വരണം, ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കണം, കൂടാതെ അച്ഛനെ കാണാൻ പറ്റണം എന്നൊക്കെ ഭയങ്കരമായിട്ട് അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരികയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ സന്നിധാനത്തിലാണ് ഞാൻ. എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക്. ഞാനിവിടെ വന്ന് അപ്പം അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചിയോട് പറഞ്ഞ് 2ാമത്തെ ഉടമ്പടിയല്ലേ ആയിട്ടുള്ളൂ, അപ്പം മിക്കവാറും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി. എന്നാലും ഞാൻ വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് കാണാൻ പറ്റണം, അച്ഛൻ്റെ അടുത്തൊന്ന് എനിക്ക് ചെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഞാനും ഹസ്ബൻഡും കൂടി വന്ന് അച്ഛൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പോയിട്ട് ഞാൻ കരയുമായിരുന്നു. എനിക്കൊന്നും ചൊല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശ് രൂപത്തിൻ്റെ കാൽക്കൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അച്ഛനൊരു കാശ് രൂപം കൊടുത്തു, എൻ്റെ കവളത്ത് തട്ടി. എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റിയിട്ടില്ല, ഞാൻ കരയായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ അദ്ദേഹത്തെ തൊട്ടൊന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, മതി അമ്മയുടെ കാൽ കീഴിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ വെക്കുകയാണെന്ന് പറഞ്ഞു പോയി. ഇതെല്ലാം കഴിഞ്ഞ് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ സ്കൂളിലാണ്, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ സ്കൂളിലാണ്. അപ്പം ഞങ്ങൾ ധ്യാനം കൂടുന്ന സമയമായിരുന്നു. ഞാനല്ല, അമ്മ. സത്യത്തിൽ ഈ കൃപാസനത്തിന് ഞാൻ വിശ്വാസിയാണ്, പക്ഷേ ഒരുപാട് വിശ്വാസിയൊന്നുമല്ല. ഞാൻ ഈ മാതാവിനെക്കുറിച്ച്, കൃപാസന അമ്മയെക്കുറിച്ച് അറിയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ആദ്യകാലം മുതൽ ഇവിടെ വരുമായിരുന്നു. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ യോജിക്കത്തില്ലായിരുന്നു. അമ്മ വരുന്നത് എപ്പോഴും ഒന്നല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഞായറാഴ്ച, ഈ 2 ദിവസമായിരിക്കും എനിക്ക് അവധിയുള്ള ദിവസം. അപ്പം ഞാൻ ഓർക്കും എനിക്ക് കൂടുതൽ ജോലിയുള്ള ദിവസമായിരിക്കും അമ്മ പോകുന്നത്. പക്ഷെ തിരിച്ച് എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ച അതാണ് എൻ്റെ അനുഭവം. അപ്പോൾ അമ്മ അന്നത്തെ ദിവസം ഡിസംബർ 14-ാം തീയതി ജോസഫ് അച്ഛനല്ല, വേറൊരു അച്ഛൻ്റെ ധ്യാനം നടക്കണമായിരുന്നു. ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലിരുന്ന് ധ്യാനം കൂടിയപ്പോൾ അമ്മ പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, ഞാൻ ആദ്യം മുതൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പോൾ എൻ്റെ മകളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, സാധിച്ചു കൊടുക്കണോട്ടാന്ന് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞു. ഞാൻ പക്ഷേ സ്കൂളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഇത്തിരിയേറെ എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ചൊവ്വാഴ്ചയുള്ള ആരാധന കൂടണമല്ലോ. ഞാൻ ഉടനെ മൊബൈൽ വെച്ച് ആരാധനയുടെ സമയമായിരുന്നു. ഞാൻ ആരാധന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് കോള് വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കണേ. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ബ്രദർ വിളിച്ച്, എന്നിട്ട് ഞാൻ കൂടിയില്ല.
ഞാൻ എടുത്തില്ല. ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടും. അപ്പോൾ ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് റിലാക്സ് ചെയ്ത സമയത്താണ് അപ്പോൾ എനിക്ക് ഇത് വന്നത്. അപ്പോഴും ഞാൻ ആരാധന സമയത്ത് പ്രാർത്ഥിക്കും, അതായത് എനിക്കൊരു അനുഭവം തരണേ, ഞാൻ വന്ന് സാക്ഷ്യം പറയാം, എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ വന്നിരുന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പുള്ളിക്കാരൻ ഒരു ഖത്തറിൽ നിന്ന് നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ ഓഫർ ലഭിച്ചു. ഈ കഴിഞ്ഞ ദിവസം അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചത്, മറ്റൊരു പ്രാർത്ഥന ഞങ്ങൾ വെച്ചു. ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 25 മുന്നേ ഉണ്ണീശോ